ഇതൊക്കെ നേരെ എയർപോർട്ടിലേക്ക് ആക്സസ് ഉള്ളതായിരിക്കും അല്ലേ? ഡെൽറ്റ ഇതൊക്കെ എയർപോർട്ട് ഭാഗം അല്ലേ? ഇവിടെ ലാൻഡ് ചെയ്യുമ്പോ എയർപോർട്ടിന് ഒരു ഭംഗിയില്ലല്ലോ. ഇല്ലല്ലോ അല്ലേ? എനിക്ക് സത്യം പറഞ്ഞ ഒരു ഓർമ്മയില്ല അതിനെപ്പറ്റി. ഞാൻ ശ്രദ്ധിച്ചാണ്. അതായത് ടൊറന്റോ സിറ്റി ഒക്കെ ഒന്ന് കാണുമ്പോ നൈറ്റില് കാണണോ? മറ്റേന്നാ പറയാ, എന്താ പറയാ, രാത്രി നല്ല രസം. രാത്രി ഇറങ്ങുന്ന സ്ഥലത്ത് ഇവിടുത്തെ ഇതിപ്പോ ലാൻഡ് അല്ല നിർത്തുന്ന സ്ഥലത്തിനകത്ത് ഒരു വരുന്നില്ലേ രസമില്ല. പക്ഷെ താണ് വരുമ്പോ ഡൗൺ ടൗണും പിന്നെ അത് നല്ല ഭംഗി. ചിലപ്പോ നൈറ്റിൽ ഇറങ്ങേണ്ടി വരും. ഇതേപോലെ ഗൾഫില് നൈറ്റില് രസാണ്. ഫുള്ള് മഞ്ഞ കളർ ലൈറ്റ്, എവിടെയും മഞ്ഞ കളർ ലൈറ്റ്. പ്രത്യേകിച്ച് എയർപോർട്ട് റോഡൊക്കെ കേറിയാല് അടിപൊളി പല നേരത്തെ തൂണുകളും. എനിക്ക് 30 മണിക്കൂർ ട്രാവൽ മാത്രം ഉണ്ടായിരുന്നു. പിന്നെ 19 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. എനിക്ക് എന്റെ കിളി എല്ലാം പോയി. പിന്നെ പാരീസിലായിരുന്നു എനിക്കൊരു ഇതുണ്ടായിരുന്നു, കണക്ഷൻ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ഉച്ച, ഞാൻ ടൊറന്റോ ഇറങ്ങുമ്പോഴും ഉച്ച. അപ്പൊ എന്റെ എനിക്ക് എന്തുവാ നടക്കണേ, എനിക്കൊന്നും ഈ ഒരു മൈൻഡ്. അപ്പൊ എനിക്ക് എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും താഴെ ഇറങ്ങിയിട്ട് എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുപോയി, എനിക്കൊന്നും അറിയില്ല. ഈ ഒരു കോൺസെപ്റ്റ് അത് 19 മണിക്കൂർ ഞാൻ അബുദാബി കിടക്കുകയാണ്. അവിടെ ആണെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ കിടക്കാനുള്ള ഒരു സെറ്റപ്പ് ഒന്നുമില്ല. ഇരിക്കാം, ചാരി ഇരിക്കാം, ഇങ്ങനെ ആ ഒരു ചെയറേ ഉള്ളൂ. ഇപ്പോഴൊക്കെ ആണെങ്കിലും നമുക്ക് തറയിലാണെങ്കിലും നമ്മൾ ചുമ്മാ കിടന്ന് ഓർമ്മ. പക്ഷെ പണ്ട് ഞാൻ ചെയ്യും അത് അഴിക്കല്ലേ എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ അവിടെ വൃത്തിയാന്നല്ല, എല്ലാരും നല്ല വൃത്തിക്കാക്കിയിട്ട്. അതെ, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നുണ്ട് ആ ഒരു കോൺസെപ്റ്റ്. അല്ല എന്ന് വെച്ചാൽ നമുക്ക് താഴെ കിടക്കണ്ടല്ലോ, ബാഗ് വെച്ചിട്ട് ഇങ്ങനെ ചാരി അങ്ങ് കിടക്കുന്ന പോലെ അങ്ങ് ഇരുന്നാലും ഓക്കെ ആണല്ലോ. ഇതൊന്നും ആലോചിക്കുന്നില്ല. അതും വേറെ പ്രശ്നം ഞാനും സിയൻ ടവറിൽ പോയപ്പോ നമ്മള് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഫോട്ടോ എടുക്കേനെ. ഞാൻ എല്ലാരും ഇങ്ങനെ വാച്ച് ചെയ്യും. അവിടെ എന്റെ പണ്ടേ എന്റെ ശീലം അത്. ഞാൻ ചുറ്റുപാട് ഇങ്ങനെ വീശിക്കും കളികള്. ഇതാണ് നമ്മുടെ ഇതിന്റെ അപ്പുറത്തെ സൈഡാണ് നമ്മൾ ഈ നിൽക്കുന്ന ഫ്ലൈറ്റ് കണ്ട, അതിപ്പോ പൊങ്ങാൻ പോകുന്ന ഫ്രണ്ടില് വെട്ടമടിച്ചു നിൽക്കുന്ന അതൊരു ഫ്ലൈറ്റാ. അത് വളയാൻ വേണ്ടി നിൽക്കുന്ന കാനഡ. ഇല്ലല്ലോ, ഇവിടെയാണ് ആക്ച്വലി, ഇതാണ് മറിഞ്ഞിരിക്കുന്നത്. ഇവിടെ കാണാൻ പറ്റും. ഭയങ്കര സീനാ അത്. ആൾക്കാർ ഇവിടെ പാർക്ക് ചെയ്യുന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ സെക്യൂരിറ്റി റീസൺ എല്ലാം ഉണ്ട്. ഞാനിങ്ങനെ എല്ലാം വീശിക്കുക. ഇപ്പൊ രണ്ടാള് നമ്മളെ ഏജിലുള്ള 3 ആള് ഇങ്ങനെ ഈച്ച കളിക്കുമ്പോൾ കളിക്കുന്നത് കാണുന്നുണ്ട്. അപ്പൊ ഞാൻ രജക്ക് കൊടുത്ത ഒരു ഗിഫ്റ്റിന്റെ കവറ്, 2 കവർ ഉണ്ടായിരുന്നു. നമ്മളെ ടേബിൾ നമ്മൾ ബുക്കിടാ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ആവശ്യങ്ങള് അത് സമയം കഴിഞ്ഞു 1 മണിക്കൂർ നമ്മളെ സമയം കഴിഞ്ഞിട്ട് അവര് പറഞ്ഞ് സെക്കൻഡ് ഫ്ലോറിൽ നിങ്ങൾക്ക് വേണ്ടിക്കൊണ്ട് പോയിട്ടൊന്ന് വ്യൂസ് കാണാന്ന്. അപ്പൊ നമ്മൾ അവിടെ വന്നിട്ട് ഫോട്ടോ ഇങ്ങനെ നോക്കിയിരുന്നു. അപ്പൊ അവിടെ ചേരുമ്പോൾ നമ്മൾ ജാക്കറ്റൊക്കെ വെച്ചേന്. അപ്പൊ അതിൽ ഒരാള് അറിഞ്ഞുകൊണ്ട് തന്നെ അവന്റെ ജാക്കറ്റ് ഞാനും സാധനം വെച്ച് അതിന്റെ മേലെ കൊണ്ടിട്ട് ഞാനത് കാണുന്നുണ്ട്. അപ്പൊ എന്റെ പിന്നെ അറിഞ്ഞുകൊണ്ട് വേറെ വന്നിട്ട് ഒരു ജാക്കറ്റ് കൊണ്ട് അത് നിലത്ത് അറിഞ്ഞുകൊണ്ട് അങ്ങ് തള്ളിയിട്ട് നിലത്ത്. എന്റെ അത് കുനിഞ്ഞെടുക്കും പോലെ ആ കവറിങ് എടുക്കാന്. ഈ കവറ് കണ്ടാൽ കവറിന്റെ ഉള്ളിൽ വജ്രമൊന്നും ഇല്ല. പക്ഷെ എനിക്ക് അവരെ കണ്ണിങ്ങുള്ള കളിയാ. ഞാൻ പെട്ടെന്ന് എന്റെ ജാക്കറ്റ് മറ്റു നമ്മൾ അതിനെ എടുത്ത്. അവിടെ സെക്യൂരിറ്റി ഒന്നും ഇല്ല പിടിപ്പിക്കാന്. എനിക്ക് തോന്നുന്നു സെക്യൂരിറ്റി ആണെങ്കിലും അല്ലെങ്കിലും ഒരു ടിക്കറ്റ് മാത്രം എടുത്തിട്ട് ഇതിനായിട്ട് കയറുന്നവരുണ്ടാവും ചിലപ്പോ. അല്ല അവരെന്ത് അവർക്ക് മോഷ്ടിക്കാന്. പിന്നെ അവരെ താഴോട്ട് പോയണ റെസ്റ്റോറന്റ്
റെസ്റ്റോറന്റ് ആണെങ്കിലും പ്രശ്നമില്ല, നമ്മള് ബുക്ക് ഇടല്ല. ഒന്നും ചെയ്യില്ല, നമ്മള് താഴത്തേക്ക് വെറുതെ താഴെ എല്ലാവരും കോമൺ ആയിട്ടുള്ളതാ. അത് കോമൺ അല്ലേ, എല്ലാവർക്കും വരാം. അപ്പൊ ഞങ്ങൾ അത് അവിടെ ടേബിളിൽ വെച്ചതാ, പക്ഷെ അത് ശരിക്കും നമുക്ക് മനസ്സിലാവും അവരെടുക്കാൻ പോവാന്ന്. അവരെ ഇതില് നമുക്ക് എന്തോ അങ്ങനത്തെ എത്രയോ പേരുണ്ടാവുമല്ലോ. അത് എനിക്ക് തോന്നുന്ന ഒരു വെള്ളക്കാരെ പോലെ എനിക്ക് തോന്നിയത്. ചൈന കൊറിയ അങ്ങനത്തെ ചിലര് ഒരു കുറച്ച് പോക്ക് കേസാന്ന് എനിക്ക് തോന്നി. 3 പേരുണ്ട്. ഞാൻ പിന്നെ ഇവളും ഉള്ളതല്ലേ, അപ്പൊ നമുക്കൊന്ന് പറയാൻ വലിയ തടി തപ്പോ അങ്ങനെ തപ്പ് നല്ലണ്ട്. അപ്പൊ ഞാൻ പിന്നെ ഒന്നും പറഞ്ഞ സാധനം എടുത്ത് ഞാനിങ്ങ് പോന്നു. പിന്നെ ആ നിമിഷം അവിടെ ഒറ്റ പോക്കാ അവരോ നമ്മള് അല്ലാണ്ട് നമ്മളൊരു സമയം കഴിഞ്ഞാൽ ഒരു പെൺകുട്ടികളെല്ലാം പോകുമ്പോ നമ്മള് വലിയ ആളായിട്ട് നിൽക്കുന്ന കാര്യം നമ്മള് തടി എത്ര മണിക്കാ 10 പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. അതായത് പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ നമ്മൾ അധിക ഇതില് നിൽക്കാതെ വേഗം ഇതാക്കുക. എസ്കേപ്പ് അല്ല, മീൻസ് ഒഴിവാകുക. നമ്മള് കുറച്ച് 3-4 ആൺകുട്ടികളും എല്ലാം ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. എല്ലാരും ഒരു ഉണ്ടല്ലോ, അവരെ പോലെ നമ്മളുണ്ടല്ലോ. ഒറ്റക്കാണെങ്കില് നമ്മൾ വലിയ സംഭവം നിരാശിച്ചിട്ടും കാര്യമില്ല. പിന്നെ ഡൗൺ ടൗൺ 9 മണിയൊക്കെ നമ്മളാണ് മറ്റേ മെട്രോണ്ടാണ് ഒരു മനസ്സിലല്ലേ പൂച്ച. നിങ്ങളവിടെ മേളില് അതിന്റെ മേളിൽ പോയായിരുന്നു? ഏറ്റവും മോളായി റെസ്റ്റോറന്റ് അല്ല അതിന്റെ മുകളിൽ അതിന്റെ മോള് അല്ല